ഇതിനെ ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദം എന്ന് മാത്രം പറഞ്ഞാൽ അത് കുറഞ്ഞു പോകുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ശബരിമലയിലെ അയ്യപ്പന്റെ മേൽക്കൂരയിലെ സ്വർണം വരെ അടിച്ചു മാറ്റി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സ്വർണ്ണമരം, സ്വർണ്ണ ഇല ചോദിച്ചപ്പോ സ്വർണ്ണ മരമല്ലേ, ഇലയൊക്കെ കൊഴിഞ്ഞു പോകുമല്ലോ എന്ന ന്യായീകരണമൊക്കെ പറഞ്ഞ് സ്വർണ്ണ ഇല വരെ അടിച്ചു മാറ്റി. ഇപ്പൊ ഏറ്റവും പുതിയതായിട്ട് വരുന്ന പുതിയ സ്വർണ്ണങ്ങൾ പോയതിന്റെ കാര്യങ്ങളൊക്കെ ഇപ്പൊ വിളിച്ചിട്ട് വരുന്നുണ്ട്. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇത്ര ദിവസമായിട്ടും അറസ്റ്റ് ചെയ്തില്ല എന്നുള്ളത് വലിയ വിവാദമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് SIT ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുത്തു. രഹസ്യ കേന്ദ്രത്തിലാണുള്ളത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അഭിഭാഷകൻ പറയുന്നത് രഹസ്യ കേന്ദ്രത്തിലാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് നോട്ടീസ് നൽകിയിട്ടൊന്നും അല്ല അറസ്റ്റ് ചെയ്തത് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്ത് മറ്റു നേതാക്കന്മാരിലേക്കൊന്നും ഈ കേസ് എത്താതെ ഒതുക്കി തീർക്കാനുള്ള ശ്രമം തന്നെയല്ലേ നടക്കുന്നത്? തീർച്ചയായും പരൽമീനുകളെ വലവീശി പിടിച്ച് വമ്പൻ സ്രാവുകൾക്ക് രക്ഷപ്പെടാനുള്ള വഴിയൊരുക്കുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം പാർത്ഥം പറഞ്ഞതുപോലെ ശബരിമലയിൽ ഇനി കൊള്ളയടിക്കാൻ പറ്റിയ സാധനങ്ങളൊന്നും ഇല്ല എന്നാണ് തോന്നുന്നത്. കാരണം പരമാവധി കിട്ടുന്ന കൂറ്റിയിട്ടുണ്ട്. അയ്യപ്പ വിഗ്രഹം വിദഗ്ധ പരിശോധനയ്ക്ക് കൊണ്ടുപോയാൽ ഒരുപക്ഷെ ചിലപ്പം കേരളം ഞെട്ടും. നമുക്കതിനെ കുറിച്ച് അറിയില്ല. കാരണം അയ്യപ്പ വിഗ്രഹ ശ്രീകോവിലിനുള്ളിലേക്ക് തന്ത്രിക്കും മേൽശാന്തിക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. മറ്റാരെങ്കിലും പോയിട്ടുണ്ടോ ഇല്ലോ എന്നൊക്കെ നമുക്ക് അത് പരിശോധിച്ചാൽ മാത്രമേ അറിയൂ. ശ്രീകോവിലിന്റെ മേൽക്കോര, അതോടൊപ്പം തന്നെ യോഗദണ്ഡ്, ഇതെല്ലാം കൊണ്ടുപോയിട്ടുണ്ട്. ഇതിന് നേതൃത്വം നൽകിയത് ഒരു പോറ്റി മാത്രമല്ല. പോറ്റി ഒരു കണ്ണിയിലെ ഒരു അംഗം മാത്രമാണ്. പോറ്റിക്ക് ചുറ്റും ഉന്നത രാഷ്ട്രീയ ബന്ധമുള്ള ആളുകളുണ്ട്. പത്മകുമാറുമായി ബന്ധപ്പെട്ട് നേരത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും CPM-ന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ പത്മകുമാറുമായി ബന്ധപ്പെട്ട വിവാദമുണ്ട്. പത്മകുമാറിന്റെ മകനാണ് ഈ യോഗദണ്ഡ് പുനരുദ്ധാരണത്തിനുള്ള ചെയ്തു കൊടുത്തത്. എന്തടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചപ്പോൾ പത്മകുമാർ പറഞ്ഞത് എന്റെ മകൻ പെട്ടെന്ന് ചെയ്തു തരുന്ന, അങ്ങനെ ഒരു കേട്ടുകേൾവില്ലാത്തൊരു കാര്യമാണ്. ഇത്തരത്തിൽ മാത്രമല്ല രുദ്രാക്ഷത്തിന്റെ സ്വർണത്തിൽ കിട്ടിയ രുദ്രാക്ഷം, ഈ യോഗദണ്ഡ് അയ്യപ്പൻ യോഗനിദ്രയിൽ ശബരിമല നടയടച്ചു കഴിഞ്ഞാൽ ഭസ്മം പൂശിയ അയ്യപ്പൻ യോഗനിദ്രയിൽ കിടക്കുമ്പോൾ അവിടെയുള്ളതാണ് യോഗദണ്ഡ്. ആ യോഗദണ്ഡ് പുറത്തേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ ശബരിമലയിൽ ആചാര ലംഘനം പൂർണ്ണമായും നടന്നു കഴിഞ്ഞു. 2 യുവതികൾ കയറിയതിനു ശേഷം ആചാര ലംഘനം നടന്നതിന് അവിടെ ശുദ്ധികലശൊക്കെ നടത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല, ആചാര ലംഘനം ശബരിമലയിൽ ആചാര ലംഘനം ഒരു തുടർക്കൃതിയായിരിക്കുന്നു. അത് വലിങ്ങനെ ആരും ചർച്ച ചെയ്യുന്നില്ല. ശബരിമലയിൽ നടന്നത് വലിയ ആചാര ലംഘനമാണ്. ഈ യോഗദണ്ഡ് എന്തടിസ്ഥാനത്തിലാണ് പുറത്തേക്ക് കൊണ്ടുപോവുക? അതോടൊപ്പം തന്നെ ധാരപാലക ശില്പത്തിലെ സ്വർണം പൂർണ്ണമായും കട്ടെടുത്തു. ഇത് എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വന്തമായി ഇത് ചെയ്യാൻ കഴിയില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പിന്നിൽ വലിയ രാഷ്ട്രീയക്കാരുണ്ട്, പ്രത്യേകിച്ച് ഭരിക്കുന്ന ആളുകളുണ്ട്. ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് വാസു CPM-ന്റെ മാനസപുത്രനാണ്. അതിനുശേഷം വന്ന പത്മകുമാർ CPM-ന്റെ മാനസപുത്രമാണ്. PS പ്രശാന്തിന്റെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. PS പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയതിനു ശേഷം അദ്ദേഹത്തിന്റെ സാമ്പത്തിക നില വളരെ വലിയ തരത്തിൽ ഉയർന്നു എന്നാണ് പരാതി വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വീട്, കോടിക്കണക്കിന് രൂപയുടെ വീട് അദ്ദേഹം നിർമ്മിച്ച് അതിന്റെ പാലുകാച്ചൽ ചടങ്ങിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള ആളുകൾ വന്നിട്ടുണ്ട്. അവിടെ മറ്റാർക്കും പാലുകാച്ചൽ ചടങ്ങിലേക്ക് വിളിച്ചിട്ടില്ല. ചില വേണ്ടപ്പെട്ട ആളുകളെ മാത്രമാണ് വിളിച്ചത്. PS പ്രശാന്തിന് എവിടെ നിന്ന് ഇത്തരത്തിൽ പണം ലഭിച്ചു എന്ന് അന്വേഷിക്കണം ആവശ്യപ്പെട്ട് വിജിലൻസിന് പരാതി പോയിട്ടുണ്ട്. കാരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിൽ കോടികളുടെ വരുമാനമുള്ള നിരവധിയായ ക്ഷേത്രങ്ങളുണ്ട്. ആ ക്ഷേത്രങ്ങളിലെല്ലാം ചുമതല ഭരണം നിർവഹിക്കുന്ന ദേവസ്വം ബോർഡിന്റെ ആളുകളാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും അംഗങ്ങളെയും തീരുമാനിക്കുന്നത് CPM-ആണ്. CPM തീരുമാനിക്കുമ്പോൾ CPM വെറുതെ ഒരുത്തന തീരുമാനിക്കില്ല. CPM-ന് ഏറ്റവും വിശ്വസ്തരായ, CPM പറഞ്ഞാൽ അനുസരിക്കുന്ന, CPM പറയുന്നിടത്ത് ഒപ്പിടുന്ന ആളുകളെ മാത്രമേ CPM നിയോഗിക്കൂ. ഘടകകക്ഷികൾക്ക് പോലും നൽകിയ അംഗങ്ങളുടെ പട്ടികയിൽ അതിലും CPM-ന് താല്പര്യമുള്ള ആളുകളെ വരൂ. കാരണം നേരത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ നിയമനവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് അംഗത്തിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് കോഴ വാങ്ങിയത് NCPക്ക് അനുവദിച്ച അംഗത്തിനെ നിയമിക്കാൻ 50 ലക്ഷത്തോളം കോഴ വാങ്ങിയത് വലിയ ചർച്ചയായിരുന്നു. ഇത്തരത്തിൽ ഇത് വലിയ ദേവസ്വം ബോർഡ് ഒരു കൊള്ള സംഘത്തിന്റെ കൈകളിലാണ് ഇപ്പോൾ ഉള്ളത്. അതിന്റെ ഒരു ചെറിയ കണ്ണി മാത്രമാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്ത് മുഖം രക്ഷിക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്താൽ ഭക്തർക്കിടയിലുള്ള പ്രതിഷേധം ഒരു പരിധിവരെ തണുപ്പിക്കാൻ കഴിയുമെന്ന്